മേഖലയിലെ കൊടിത്തോരണങ്ങൾ ഒഴിവാക്കുവാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സർവകക്ഷി യോഗം തീരുമാനിച്ചു. ഇന്നലെ കൂട്ടായിൽ വെച്ചാണ് സർവകക്ഷി യോഗം നടന്നത്. തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇലക്ഷൻ വോട്ടെണ്ണ ദിനത്തോടനുബന്ധിച്ച് തീരദേശ മേഖലയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സർവകക്ഷി യോഗം കൂട്ടായിൽ വെച്ച് നടത്തുകയുണ്ടായി. അതാത് നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വിജയാഘോഷം ആദ്യ ദിനത്തിലും സംസ്ഥാന തലത്തിൽ വിജയിക്കുന്നവർ അടുത്ത ദിവസവും പ്രകടനം നടത്തുമെന്ന് തീരുമാനിച്ചു. പ്രകടനം നടത്തുന്ന സമയത്ത് ഒരു കാരണവശാലും റോഡിൽ പടക്കങ്ങൾ, ഗുണ്ടുകൾ തുടങ്ങിയ സ്ഫോടക വസ്തുക്കൾ പൊട്ടിക്കാൻ പാടുള്ളതല്ല എന്നും രാത്രി 10 മണി വരെ മാത്രമേ പ്രകടനം നടത്തുകയുള്ളൂവെന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അസഹിഷ്ണുത പുലർത്തുന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാതിരിക്കുകയും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും സർവകക്ഷി മീറ്റിംഗിൽ തീരുമാനമായി. കൂടാതെ 2-ാം തീയതിക്കുള്ളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റോഡരികിലും മറ്റും സ്ഥാപിച്ച ബാനറുകൾ, പോസ്റ്റുകൾ എന്നിവ നീക്കം ചെയ്യുന്നതിലും തീരുമാനമായി. കൂടാതെ പ്രകടനങ്ങൾ നടത്തുമ്പോൾ വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും പോകാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒതുക്കേണ്ടതാണെന്നും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷൻ SHO-യായ അനിൽകുമാർ മേപ്പള്ളി കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് സ്വാഗതം പറയുകയും യോഗത്തിൽ ഷുക്കൂർ, CMT സീതി, സലാം താണിക്കാട് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തു സംസാരിച്ചു. ന്യൂസ് 99 തിരൂർ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.